Hey future educators, welcome back to our channel. Hey ഭാവി അധ്യാപകരെ, ഞങ്ങളുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. Today we are diving into a crucial topic from the CTET paper 2 Child Development and Pedagogy section. ഇന്ന് നമ്മൾ CTET പേപ്പർ 2-ലെ ശിശുവികസനം പെഡഗോഗി വിഭാഗത്തിൽ നിന്നുള്ള ഒരു നിർണായക വിഷയത്തിലേക്ക് കടക്കുകയാണ്. Understanding the core principles of child development is key to cracking this exam. ബാല്യകാല വികാസത്തിന്റെ പ്രധാന തത്വങ്ങൾ മനസ്സിലാക്കുന്നത് ഈ പരീക്ഷയിൽ വിജയിക്കുന്നതിന് വളരെ പ്രധാനമാണ്. We are analyzing a vital previous year question that often confuses candidates. പരീക്ഷാർത്ഥികളെ പലപ്പോഴും ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു പ്രധാന മുൻവർഷ ചോദ്യമാണ് നമ്മൾ ഇന്ന് വിശകലനം ചെയ്യുന്നത്. Get ready with your notes because we will not only find the right answer but also explore why the other options are correct principles in themselves. നോട്ട്സുമായി നിങ്ങൾ തയ്യാറായിക്കോളൂ. കാരണം നമ്മൾ ശരിയായ ഉത്തരം കണ്ടെത്തുക മാത്രമല്ല, മറ്റു ഓപ്ഷനുകൾ എന്തുകൊണ്ടാണ് ശരിയായ തത്വങ്ങളായി നിലകൊള്ളുന്നത് എന്നും പരിശോധിക്കും. By the end of this session, you'll have crystal clear clarity on the principles of development, especially the principle of individual differences. ഈ സെഷൻ അവസാനിക്കുമ്പോഴേക്കും വികാസത്തിന്റെ തത്വങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ച് വ്യക്തിഗത വ്യത്യാസങ്ങളുടെ തത്വത്തെക്കുറിച്ചും നിങ്ങൾക്ക് വ്യക്തമായ ധാരണ ലഭിക്കും. Don't forget to hit the like button and subscribe for more CTET preparation content. Let's get started. കൂടുതൽ CTET തയ്യാറെടുപ്പുള്ളടക്കത്തിനായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് തുടങ്ങാം. This question deals with the core concept of child development and its principles. ഈ ചോദ്യം ബാല്യകാല വികാസത്തിന്റെയും അതിന്റെ തത്വങ്ങളുടെയും പ്രധാന ആശയത്തെക്കുറിച്ചാണ്. Let's read the question carefully before checking the options. ഓപ്ഷനുകൾ പരിശോധിക്കുന്നതിന് മുൻപ് നമുക്ക് ചോദ്യം ശ്രദ്ധാപൂർവം വായിക്കാം. Which of the following principles of child development is incorrect? ബാല്യകാല വികാസത്തിന്റെ താഴെ പറയുന്ന തത്വങ്ങളിൽ ഏതാണ് തെറ്റായത്? Now look at the 4 statements or principles given below. ഇനി താഴെ നൽകിയിട്ടുള്ള 4 പ്രസ്താവനകൾ, തത്വങ്ങൾ ശ്രദ്ധിക്കുക. ഓപ്ഷൻസ്. ഓപ്ഷൻ 1, ഡെവലപ്മെന്റ് പ്രൊസീഡ്സ് ഇൻ എ സീക്വൻഷ്യൽ മാനർ. വികാസം ഒരു ക്രമമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഓപ്ഷൻ 2, ഡെവലപ്മെന്റ് ഈസ് കണ്ടിന്യൂസ്. വികാസം ഒരു തുടർച്ചയായ പ്രക്രിയയാണ്. ഓപ്ഷൻ 3, ഓൾ ഇൻഡിവിജ്വൽസ് ഡെവലപ്പ് അറ്റ് ദ സെയിം പേസ്. എല്ലാ വ്യക്തികളും ഒരേ വേഗതയിൽ വികസിക്കുന്നു. ഓപ്ഷൻ 4, ഡെവലപ്മെന്റ് പ്രൊസീഡ്സ് ഫ്രം ജനറൽ ടു സ്പെസിഫിക്. വികാസം പൊതുവിൽ നിന്ന് പ്രത്യേകതയിലേക്ക് മുന്നോട്ട് പോകുന്നു. കറക്റ്റ് ആൻസർ ആൻഡ് എക്സ്പ്ലനേഷൻ. ദ ക്വസ്റ്റ്യൻ ആസ്ക്സ് ഫോർ ദി ഇൻകറക്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ചൈൽഡ് ഡെവലപ്മെന്റ്. ബാല്യകാല വികാസത്തിന്റെ തെറ്റായ തത്വമാണ് ചോദ്യം ആവശ്യപ്പെടുന്നത്. ദ കറക്റ്റ് ചോയ്സ് ഹിയർ ഈസ് ഓപ്ഷൻ 3. ഇവിടെ ശരിയായ തിരഞ്ഞെടുപ്പ് ഓപ്ഷൻ 3 ആണ്. എക്സ്പ്ലനേഷൻ ഫോർ ദ കറക്റ്റ് ആൻസർ. The principle of development clearly states that development is individual and varies from person to person. വികാസത്തിന്റെ തത്വം വ്യക്തമാക്കുന്നത് വികാസം വ്യക്തിഗതമാണ്, അത് ഓരോരുത്തരിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നാണ്. This is known as the principle of individual differences. ഇതിനെ വ്യക്തിഗത വ്യത്യാസങ്ങളുടെ തത്വം എന്ന് പറയുന്നു. So the statement all individuals develop at the same pace is fundamentally false in child development. അതുകൊണ്ട് തന്നെ എല്ലാ വ്യക്തികളും ഒരേ വേഗതയിൽ വികസിക്കുന്നു എന്ന പ്രസ്താവന ബാല്യകാല വികാസത്തിൽ അടിസ്ഥാനപരമായി തെറ്റാണ്. ദിസ് ഇസ് വൈ ഓപ്ഷൻ 3, which is an incorrect principle, is the right answer to this specific question. ഇതുകൊണ്ടാണ് ഒരു തെറ്റായ തത്വമായ ഓപ്ഷൻ 3 ഈ ചോദ്യത്തിനുള്ള ശരിയായ ഉത്തരമാകുന്നത്. എക്സ്പ്ലനേഷൻ ഫോർ റോങ് ആൻസേഴ്സ്. ലെറ്റ്സ് അനലൈസ് വൈ ഓപ്ഷൻസ് 1, 2 and 4 ആർ കറക്റ്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് therefore incorrect answers. ഓപ്ഷനുകൾ 1, 2, 4 എന്നിവ ശരിയായ തത്വങ്ങളും അതിനാൽ തെറ്റായ ഉത്തരങ്ങളുമാകുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് വിശകലനം ചെയ്യാം. Why option 1 is wrong but a correct principle? Development is always sequential, following patterns like cephalocaudal, head to toe, and proximodistal, center to extremities. ഓപ്ഷൻ 1 തെറ്റാണ്, പക്ഷെ ഒരു ശരിയായ തത്വമാണ്. കാരണം വികാസം എല്ലായ്പ്പോഴും ശിരോപാദദിശ, സെഫലോകോഡൽ, അതുപോലെ സമീപസ്ഥ വിദൂര ദിശ, പ്രോക്സിമോഡിസ്റ്റൽ എന്നിങ്ങനെയുള്ള പാറ്റേണുകൾ പിന്തുടർന്ന് ക്രമമായി മുന്നോട്ട് പോകുന്നു. Why option 2 is wrong but a correct principle? Development is continuous, meaning it starts at conception and continues throughout life. ഓപ്ഷൻ 2 തെറ്റാണ്, പക്ഷെ ഒരു ശരിയായ തത്വമാണ്. കാരണം വികാസം തുടർച്ചയാണ്, അതായത് അത് ഗർഭധാരണം മുതൽ തുടങ്ങി ജീവിതകാലം മുഴുവൻ തുടരുന്നു. Why option 4 is wrong but a correct principle? Development is from general to specific. For example, a baby first uses its whole hand general before mastering a pincer grasp, specific. ഓപ്ഷൻ 4 തെറ്റാണ്, പക്ഷെ ഒരു ശരിയായ തത്വമാണ്. കാരണം വികാസം പൊതുവിൽ നിന്ന് പ്രത്യേകതയിലേക്കാണ്. ഉദാഹരണത്തിന്, ഒരു കുഞ്ഞ് ആദ്യം മുഴുവൻ കൈയും ഉപയോഗിച്ചതിന് ശേഷം മാത്രമേ പൊതുവായത് പിഞ്ചർ ഗ്രാസ്പ്, വിരലുകൾ മാത്രം ഉപയോഗിക്കുന്നത് പ്രത്യേകമായതുപോലുള്ളവയിൽ പ്രാവീണ്യം നേടുകയുള്ളൂ.
Since options 1, 2 and 4 are correct principles, they cannot be the answer to a question asking for the incorrect principle. ഓപ്ഷനുകൾ 1, 2, 4 എന്നിവ ശരിയായ തത്വങ്ങളായതിനാൽ തെറ്റായ തത്വം ആവശ്യപ്പെടുന്ന ഈ ചോദ്യത്തിന് അവ ഉത്തരമാകാൻ കഴിയില്ല. Therefore we confirm that option 3 is the right answer. അതുകൊണ്ട് ഓപ്ഷൻ 3 ആണ് ശരിയായ ഉത്തരമെന്ന് നമുക്ക് സ്ഥിരീകരിക്കാം. Additional information for CTET aspirants. Remember the two main directional principles, cephalocaudal and proximodistal. പ്രധാനപ്പെട്ട 2 ദിശാപരമായ തത്വങ്ങൾ, ശിരോപാദദിശ, സമീപസ്ഥ വിദൂര ദിശ ഓർമ്മിക്കുക. The cephalocaudal principle states that development proceeds from head to toe. ശിരോപാദദിശ cephalocaudal തത്വം അനുസരിച്ച് വികാസം തലയിൽ നിന്ന് പാദങ്ങളിലേക്ക് മുന്നോട്ട് പോകുന്നു. This means a child gains control over their head before their legs. ഇതിനർത്ഥം ഒരു കുട്ടിക്ക് കാലുകൾക്ക് മുമ്പ് തലയിൽ നിയന്ത്രണം നേടുന്നു എന്നാണ്. The proximodistal principle states that development proceeds from the center of the body outwards to the extremities, hands and feet. സമീപസ്ഥ വിദൂര ദിശ പ്രോക്സിമോഡിസ്റ്റൽ തത്വം അനുസരിച്ച് വികാസം ശരീരത്തിന്റെ മധ്യഭാഗത്ത് നിന്ന് കൈകളിലേക്കും കാലുകളിലേക്കും പുറത്തേക്ക് മുന്നോട്ട് പോകുന്നു. ഫോർ എക്സാമ്പിൾ, കൺട്രോൾ ഓവർ ദി ആം കംസ് ബിഫോർ കൺട്രോൾ ഓവർ ദ ഫിംഗേഴ്സ്. ഉദാഹരണത്തിന്, വിരലുകളിൽ നിയന്ത്രണം വരുന്നതിന് മുമ്പ് കൈകളിൽ നിയന്ത്രണം വരുന്നു. ഡെവലപ്മെന്റ് ഇസ് ക്യുമുലേറ്റീവ്. ഏർലി ഡെവലപ്മെന്റ് ലേസ് ദ ഫൗണ്ടേഷൻ ഫോർ ലേറ്റർ ഡെവലപ്മെന്റ്. വികാസം ക്യുമുലേറ്റീവ്, സഞ്ചിതമാണ്. അതായത് ആദ്യകാല വികാസം പിന്നീടുള്ള വികാസത്തിന് അടിത്തറയിടുന്നു. ഡെവലപ്മെന്റ് ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഹെറിഡിറ്റി, നേച്ചർ ആൻഡ് എൻവയൺമെന്റ്, നർച്ചർ. വികാസം എന്നത് പാരമ്പര്യം, ഹെറിഡിറ്റി, പരിസ്ഥിതി, എൻവയറൺമെന്റ് എന്നിവ തമ്മിലുള്ള പ്രതിപ്രവർത്തനത്തിന്റെ ഫലമാണ്. Know the difference. Growth refers to quantitative changes like height and weight, while development refers to qualitative changes like skill and function. വ്യത്യാസം അറിയുക. വളർച്ച ഗ്രോത്ത് അളവിലുള്ള മാറ്റങ്ങളെ, ഉയരം, ഭാരം പോലുള്ളവ സൂചിപ്പിക്കുന്നു. അതേസമയം വികാസം ഡെവലപ്മെന്റ് ഗുണപരമായ മാറ്റങ്ങളെ, പാടവം, ധർമ്മം പോലുള്ളവ സൂചിപ്പിക്കുന്നു. A major part of this topic is the principle of individual differences, which was the correct answer to your question. ഈ വിഷയത്തിലെ ഒരു പ്രധാന ഭാഗമാണ് വ്യക്തിഗത വ്യത്യാസങ്ങളുടെ തത്വം. അതാണ് നിങ്ങളുടെ ചോദ്യത്തിന് ശരിയായ ഉത്തരമായത്. ആസ് എ ടീച്ചർ, യു മസ്റ്റ് അക്കൗണ്ട് ഫോർ ദീസ് ഇൻഡിവിജ്വൽ പേസസ് ആൻഡ് ഡിഫറൻസസ് ഇൻ യുവർ ക്ലാസ് റൂം. ഒരു അധ്യാപകൻ എന്ന നിലയിൽ നിങ്ങളുടെ ക്ലാസ് റൂമിലെ ഈ വ്യക്തിഗത വേഗതകളും വ്യത്യാസങ്ങളും നിങ്ങൾ കണക്കിലെടുക്കണം. ഈ വിവരങ്ങൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിന് നിങ്ങൾക്ക് കൂടുതൽ സഹായകമാകും എന്ന് കരുതുന്നു. ചൈൽഡ് ഡെവലപ്മെന്റ് പ്രിൻസിപ്പിൾസ്. So we've successfully analyzed a key CTET question on the principles of child development. അതുകൊണ്ട് ബാല്യകാല വികാസത്തിന്റെ തത്വങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രധാന CTET ചോദ്യം നമ്മൾ വിജയകരമായി വിശകലനം ചെയ്തു. We confirm that the statement all individuals develop at the same pace is the incorrect principle. എല്ലാ വ്യക്തികളും ഒരേ വേഗതയിൽ വികസിക്കുന്നു എന്ന പ്രസ്താവനയാണ് തെറ്റായ തത്വം എന്ന് നമ്മൾ ഉറപ്പിച്ചു. This highlights the critical principle of individual differences, a cornerstone concept for any teacher. ഇത് വ്യക്തിഗത വ്യത്യാസങ്ങളുടെ നിർണായകമായ തത്വത്തെ എടുത്തു കാണിക്കുന്നു. ഇത് ഏതൊരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ഒരു അടിസ്ഥാനപരമായ ആശയമാണ്. Always remember that development is continuous, sequential, cephalocaudal and proximodistal and proceeds from general to specific. വികാസം തുടർച്ചയുള്ളതും ക്രമമായതും ശിരോപാദദിശ സമീപസ്ഥ വിദൂര ദിശ പൊതുവിൽ നിന്ന് പ്രത്യേകതയിലേക്ക് മുന്നോട്ട് പോകുന്നതുമാണെന്ന് എപ്പോഴും ഓർക്കുക. Understanding these principles will not only help you score marks but also shape you into a more effective and empathetic educator. ഈ തത്വങ്ങൾ മനസ്സിലാക്കുന്നത് മാർക്ക് നേടാൻ മാത്രമല്ല, നിങ്ങളെ കൂടുതൽ ഫലപ്രദരും സഹാനുഭൂതിയുള്ളവരുമായ അധ്യാപകരാക്കി മാറ്റാനും സഹായിക്കും. Keep practicing previous year questions to solidify your understanding of these core concepts. ഈ പ്രധാന ആശയങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ ധാരണ ഉറപ്പിക്കുന്നതിന് മുൻവർഷത്തെ ചോദ്യങ്ങൾ പരിശീലിക്കുന്നത് തുടരുക. Thank you for joining this session and we will see you soon with the next important topic. ഈ സെഷനിൽ പങ്കെടുത്തതിന് നന്ദി. അടുത്ത പ്രധാനപ്പെട്ട വിഷയവുമായി നമുക്ക് ഉടൻ കാണാം.